ഹായ്, 13 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡീസൽ കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കാർ ഇൻ ദ സെഗ്മെന്റ് നമ്മളുടെ വെന്യൂവിൻ്റെ ES+ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. വെന്യൂവിൻ്റെ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ES+ വേരിയൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഡീസൽ ബേസ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ES+ വേരിയൻറ്റിനെ വിളിക്കാം. നമ്മുടെ ക്രെറ്റയിലേക്ക് യൂസ് ചെയ്യുന്ന സെയിം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമ്മുടെ ഈ വെന്യൂവിലും ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്, എന്നാൽ അത്യാവശ്യം നല്ല മൈലേജും ലഭിക്കുന്ന ഒരു എഞ്ചിനാണ്. റിയൽ ലൈഫിൽ ആവറേജ് ഒരു 20+ മൈലേജ് നിങ്ങൾക്ക് ഈ ഡീസൽ എഞ്ചിനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, നിങ്ങൾക്കൊരു CNG വാഹനം വേണ്ട, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ കാറാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും വെന്യൂവിലേക്ക് പോവുക. വെന്യൂവിന് 3 വേരിയൻറ്റുകളിൽ ഡീസൽ അവൈലബിൾ ആണ്. S+, SX, SX ഓപ്ഷനിൽ. SX ഓപ്ഷനിലെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈവ് വീഡിയോ ആണ്. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം എന്തൊരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കോമ്പാക്ട് SUVകൾ പെട്രോൾ വേരിയൻറ്റുകളിലേക്ക് വന്നാൽ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മാക്സിമം നമ്മൾക്ക് ഓടാൻ പറ്റുന്നത് 120 തൊട്ട് 150 കിലോമീറ്റർ വരെയാണെങ്കിൽ വെന്യൂ ഡീസലിൽ 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ നിങ്ങൾക്ക് മിനിമം 220 തൊട്ട് 250 കിലോമീറ്റർ വരെ കവർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ES+ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിൻ്റെ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡീസൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന S+ലാണെങ്കിലും ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ലുക്കാണ്. അതുപോലെ തന്നെ വെന്യൂവിൽ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വേരിയൻറ്റ് ഒരു നൈറ്റ് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഷോറൂമിൽ നിന്ന് കുറച്ച് ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് എഡിഷനിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഹെഡ്ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. അതിനോട് അകത്ത് തന്നെ നമുക്ക് ഒരു പാർക്ക് ലൈറ്റും കാണാം. ഹെഡ്ലൈറ്റിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഓപ്ഷണൽ വേരിയൻറ്റോട് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ കിട്ടും. ഫ്രണ്ടിലെ ഗ്രില്ലെല്ലാം എല്ലാ വേരിയൻറ്റിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഒരു സിൽവർ ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. 195, 65, 15 ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഒരു ബ്ലാക്ക് കളറിലെ വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൂഫ് റെയിൽസ് കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഈ വേരിയൻറ്റിൽ സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ വേരിയൻറ്റിൽ തന്നെ സൺറൂഫ് ഉള്ള ഒരു വേരിയൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് സിമിലർ ആണ്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഡിഫോഗർ ഗ്ലാസ് ഒന്നും വരുന്നില്ല. വൈപ്പർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു സ്പോയിലർ വെന്യൂവിൽ ഇപ്പോൾ ലൈനിലൊക്കെ ഒരു സ്പോയിലർ കാണാം. ആ സ്പോയിലർക്ക് ഈ വേരിയൻറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്പോട്ടി ലുക്ക് കിട്ടും. ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ടൈൽ ലൈറ്റ് കണക്റ്റഡ് ടൈൽ ലൈറ്റ് അല്ല, ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇത് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഇവിടെ നമുക്ക് ഹാലജനായിട്ടുള്ള ടൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിൽ 2 റിഫ്ലക്ടേഴ്സ് വരുന്നു. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റുകളാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാറെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടോപ്പിൽ ബ്ലാക്കും താഴെ ഒരു വൈറ്റ് ഫിനിഷുമാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടൂട്ടർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ടൂട്ടർ വരുന്നില്ല. താഴെ നമുക്ക് സ്പീക്കർ കാര്യങ്ങൾ കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ് സെക്കൻഡ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസുമാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് നമുക്ക് വൈപ്പറും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളും കാണുന്ന ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്ത്
പുറത്ത് നമുക്ക് RPM മീറ്റർ സ്പീഡോമീറ്ററും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ടയർ പ്രഷർ വാർണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മളുടെ സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഡിസ്റ്റൻസ് ടു എംറ്റി, ആവറേജ് ഫ്യൂവൽ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ എല്ലാ വെന്യൂ വേരിയൻറ്റിലും കാണുന്ന സെയിം സിസ്റ്റം തന്നെയാണ് ഈ വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീന് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അത് USB കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ എൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം, ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഈ വേരിയൻറ്റിൽ മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതിന് താഴെ നമുക്കിവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. Type C ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ ഒരു കീ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നുണ്ട്. മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ്, കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം മൊബൈലൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്റീരിയർ എന്ന് പറയാം. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു Type C ചാർജിംഗ് പോർട്ടുകളും കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റുകളാണ്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ബാക്കിൽ യാത്രക്കാരില്ല, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെങ്കിലും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക് വശമാണ് ശരിക്കും വെന്യൂവിലുള്ളത്. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ടേ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാർണിംഗ് പോലെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ഡീസൽ ബേസ് വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമുക്ക് ക്രെറ്റയിലും അൽക്കസാറിലൊക്കെ കാണുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ക്രെറ്റയിൽ അത്ര വലിയ വാഹനങ്ങളുള്ള ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ചെറിയ കോമ്പാക്ട് SUV-യിലേക്ക് ഹ്യുണ്ടായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാറാണ് വെന്യൂ. അത് ഞാൻ എൻ്റെ ഡ്രൈവ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സ് തിന്നെടുത്ത് വാഹനം എത്തുമെന്ന് പറയില്ലേ, ആ മാതിരി പവറുള്ള ഒരു വാഹനമാണിത്. അറൗണ്ട് 115 HP ആണ് ഡീസലിൽ കിട്ടുന്ന പവർ. ടർബോ കിക്കിങ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഗിയറിലൊക്കെ കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ബും എന്ന് പറഞ്ഞ റോക്കറ്റ് പോലെ ഈ വാഹനം പോകും. എന്നാൽ അത്യാവശ്യം നല്ല മൈലേജും തരുന്നുണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 km/ലിറ്റർ ഒക്കെയാണ് ഡീസലിന്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ RPM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 20-നും 22-നും ഇടയ്ക്ക് റിയൽ ലൈഫിൽ ഈ വാഹനം മൈലേജ് തരും. വെന്യൂവിൽ വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ആ 6th ഗിയറിൽ നിങ്ങൾ വാഹനം ഓടിക്കണമെങ്കിൽ മിനിമം 50 km സ്പീഡിലെങ്കിലും മുകളിലായിരിക്കണം നിങ്ങളുടെ വാഹനം. എന്നാലാണ് 6th ഗിയറിൽ കറക്റ്റ് നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. എല്ലാ ഗിയറിലും ആ ഒരു 1200 RPM കഴിഞ്ഞ് കിട്ടുന്ന ഒരു പവർ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. ശരിക്കും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് വെന്യൂവിൻ്റെ ഡീസൽ. അതുപോലെ തന്നെ അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന S+ വേരിയന്റിന് 13,10,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് 12,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ആക്കാം. ഇതിന് SX വേരിയന്റ് ഉണ്ട്. കുറച്ചും കൂടി ഫീച്ചേഴ്സുള്ള അടുത്തൊരു വേരിയന്റ് ഉണ്ടെങ്കിൽ SX വേരിയന്റ് ആണ് വരുന്നത്. അതിന് 15,10,000 രൂപയുടെ അടുത്തായിരുന്നു. ഇപ്പോൾ 14,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റീസെന്റ് നമ്മുടെ ചാനലിൽ ബ്രസ 2025 കൺസിഡർ ചെയ്യണോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ വെന്യൂ 2025 കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ഒരു ഓഫറിൽ ഇങ്ങനത്തെ ഒരു വാഹനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. കാര്യം വെന്യൂൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി ചിലപ്പോൾ ഡീസലൊക്കെ ഓട്ടോമാറ്റിക് ഒക്കെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഓട്ടോ ഉണ്ട്, നിങ്ങൾക്ക് നല്ല പവർഫുൾ ആയിട്ട് നല്ല മൈലേജുള്ള ഒരു ഡീസൽ കാർ വേണം, ഒരു 12 ലക്ഷം രൂപ ഒക്കെ ബഡ്ജറ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും വെന്യൂ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ക്രിസ്മസ് ഇയർ എൻഡ് ഓഫറുകളൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം ഈ ഓഫർ ടൈമിൽ തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.